നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ നമുക്കൊന്നു ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ദൈവവചനത്തെ ധ്യാനിക്കുവാനും ഒക്കെ സ്വർഗം നമുക്കായി തന്ന ഈ അവസരത്തിനായി നന്ദി പറയാം. ഏറെ ആനന്ദത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രത്യേകം ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. യേശുവിന്റെ പിറവി തിരുനാളിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. 13-ാം സങ്കീർത്തനം 5-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷയുടെ ആനന്ദമാണ് ക്രിസ്മസ്. ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളുമേലും വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും കുടുംബത്തെയും കുടുംബ സാഹചര്യങ്ങളെയും തിരുമുൻപിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ പ്രിയ മക്കളുടെ ജീവിതത്തിന് മേൽ അങ്ങ് നീട്ടണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന് അഭിഷേകമായി ദൈവവചനത്തിന്റെ അഗ്നിയായി ഓരോ ആത്മാവിലും കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ ഉടനീളം അങ്ങ് വ്യാപരിക്കണമേ. ഇതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമായി പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോർഡ് ബ്ലെസ്, അനോയിന്റ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ മേൽ പകർന്ന ഈ അഭിഷേകത്തെ സ്വന്തമാക്കി നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ മനം തുറന്ന് എല്ലാ ദൈവമക്കളും പാടി സ്തുതിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം, സ്വർഗം ഇറങ്ങി വരുന്ന സമയം, വിശുദ്ധരോട് ചേർന്ന്, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന് യേശുവിന്റെ അത്ഭുത നാമത്തെ നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. വാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അഭിഷേകത്തോടെ രോഗികളെ സൗഖ്യമാക്കണമേ, ദുഃഖങ്ങൾ ഒടിക്കണമേ, കെട്ടുകൾ അഴിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആനന്ദത്തോടെ പാടുകയില്ല, സർവശക്തിയോടെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ അഭിഷേകം കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആ നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവമക്കളെ അതരം തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിക്ക്. അത്ഭുത നാമത്തെ, രക്ഷാനാമത്തെ, സൗഖ്യനാമത്തെ, വിടുതലിൻ നാമത്തെ വിശ്വാസത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം അയക്കണമേ, അഭിഷേകം അയക്കണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം, ഇന്നിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ആനന്ദത്തിന്റെ അഭിഷേകം, സ്നേഹത്തിന്റെ അഭിഷേകം, സമാധാനത്തിന്റെ അഭിഷേകം,
ക്ഷമയുടെ അഭിഷേകം, ദൈവിക നന്മകളുടെ അഭിഷേകം എല്ലാ ജീവിതങ്ങളിലേക്കും കവിഞ്ഞൊഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, യേശു നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. ഗ്ലോറി, ഗ്ലോറി. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇതാ കെട്ടുകൾ അഴിയുന്നു, ബന്ധനങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. ദുഃഖിച്ചും ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് അത്ഭുത കൃപ ഒഴുകപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവ് ഈ സമയം നിറയ്ക്കണമേ. നിന്റെ വചനത്താൽ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ലോർഡ് ഫിൽ ലോർഡ്. നിറയ്ക്കുക കർത്താവേ. ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കുക യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിലായിരുന്നു സ്വർഗത്തോടും സഭയോടും ചേർന്ന് പിതാവേ ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതല്ല. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിൽ നടന്ന ലോകമഹായുദ്ധങ്ങളോ ലോകത്തിലെ മറ്റു വണ്ടേഴ്സോ ഇതൊന്നുമല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മഹത്വപൂർണനായ ദൈവം നമ്മെ പോലെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ സംഭവവും. അതാണ് നമ്മൾ ഈ ദിവസത്തിൽ ആഘോഷിക്കുവാനായിട്ട് പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിമയോൻ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് വരികയാണ്. ശിമയോൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധ ഔസേപ്പുണ്ട്. ഉണ്ണിയേശുവിനെ, തിരുക്കുടുംബത്തെ ആ ദേവാലയത്തിൽ ശിമയോൻ കാണുകയാണ്. 28-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ശിമയോൻ ഉണ്ണിയേശുവിനെ തന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തുകൊണ്ടെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു പ്രവചനാത്മകമായ പ്രാർത്ഥനയാണ്. എത്രയോ അത്ഭുതകരമായ പ്രാർത്ഥനയാണിത്. ഉണ്ണിയേശുവിനെ തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മ നിറവോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിമയോൻ പറയാ, കർത്താവേ, അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ ശിമയോൻ? ശിമയോൻ വെറും ഒരു വഴിപോക്കനല്ല, വെറും ഒരു സാധാരണക്കാരനല്ല. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ശിമയോനെ കുറിച്ച് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ എഴുതി വെച്ചു. ആരാണ് ശിമയോൻ? വചനം പറയുന്നു, അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇതാണ് ശിമയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിമയോന്റെ മേലുണ്ടായിരുന്നു. ഈ ആത്മാവിന്റെ പ്രേരണയാലാണ് ശിമയോൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്താണ് തിരുകുടുംബത്തെ ശിമയോൻ ആലയത്തിൽ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചന ഭാഗം നമ്മൾ വളരെ സൂക്ഷ്മതയോടെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 2011 ക്രിസ്മസ് നമ്മൾ ഏറ്റവും സന്തോഷത്തോടെയാണ് അത് ആഘോഷിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ക്രിസ്മസിന്റെ യഥാർത്ഥ ആന്തരികമായ അർത്ഥത്തിലേക്കും ചൈതന്യത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. അവിടെ 31-ാം തിരുവചനം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ.
ഞാൻ ചോദിക്കട്ടെ, പ്രിയ ദൈവമക്കളെ, യേശു ആരാണ്? നമ്മുടെ യേശു ആരാ? സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് യേശു. വചനം അതാ യേശുവിനെ കുറിച്ച് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇതാ ദൈവത്തിന്റെ പുത്രൻ ഭൂജാതനായപ്പോൾ ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആരാണ് യേശു? സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ! ഇതെന്തൊരു ആനന്ദമുള്ള കാര്യമാണ് അല്ലേ? ഈ ശുശ്രൂഷയിൽ ഒരുപാട് വ്യക്തികള് മനസ്സടിഞ്ഞ് വേദനിച്ച് ദുഃഖത്താൽ നിരാശയാൽ ആകുലപ്പെട്ട് ഒരുപാട് ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിലേക്കും ദൈവിക സമാധാനത്തിലേക്കും കടന്നു വരാതെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. തകർന്നിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളായി, ക്യാൻസർ രോഗികളെ, ട്യൂമർ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, വർഷങ്ങളായി മാറാ രോഗത്തിന്റെ മുഖവും പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യര്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഞങ്ങൾക്ക് എന്ത് ക്രിസ്മസ്. സഹോദര, എന്തായി പറയണേ? യേശു ഞങ്ങൾക്ക് സന്തോഷത്തിന് സദ്വാർത്തയാണെന്നാണോ പറയുന്നത്? പ്രിയ സഹോദര സഹോദരി, നീ ഒരു രോഗിയായിരിക്കാം, ചിലപ്പോൾ മാറാ രോഗത്തിന് അടിമയായിരിക്കാം. മെഡിക്കൽ സയൻസ് പറഞ്ഞു കാണും, ഇനി രക്ഷയില്ല, അധികം നാളിൽ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. നീ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ വചനം പ്രത്യേകിച്ച് രോഗികളായ വ്യക്തികളെ നോക്കി വിളിച്ചു പറയാണ്, യേശു നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന് സദ്വാർത്തയാണ്. എന്താണ് സദ്വാർത്ത? അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. ജഹോവ റാഫ, അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ്. സാമ്പത്തികമായി ഒരുപാട് തകർന്നിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. തകർന്നു പോയവരെ, കടക്കെണി, കടബാധ്യത, ജീവിതം വഴിമുട്ടി നിൽക്കുക, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കും യേശു സന്തോഷത്തിന് സദ്വാർത്തയാണ്. കാരണം അവൻ തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന ദൈവമാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നത് മൂലം, ഭാര്യ ഭർത്തൃബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം തകർന്നതുപോലെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ സമയം സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, യേശു നിങ്ങൾക്കും ഒരു വലിയ സന്തോഷത്തിന് സദ്വാർത്തയാണ്. എന്താണ് സദ്വാർത്ത? അവൻ കുടുംബ ബന്ധങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ! സകലർക്കും യേശു സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ഇതാണ് പരിശുദ്ധാത്മ നിറവിൽ ശിമയോൻ ഉണ്ണിയേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, യേശു സകല ജനതകൾക്കും വേണ്ടിയുള്ളവനാണ്. ഒന്നാമത്തെ കാര്യം അതാ. മനുഷ്യനായി ആരൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം യേശുവിന് ആവശ്യമുണ്ട്. യേശുവിനെ ആവശ്യമില്ലാത്തവരായി ആരും തന്നെയില്ല. യേശു ആർക്കുള്ളവനാണ്? ഒരു പ്രത്യേക വ്യക്തിക്കുള്ളതാണോ? ഒരു പ്രത്യേക ജനതയ്ക്കുള്ളതാണോ? ഗോത്രത്തിനോ ഭാഷയ്ക്കോ കുടുംബത്തിനുള്ളവനാണോ? എന്താണ് യേശുവിനെ കുറിച്ച് വചനം പറയുന്നത്? വെളിപാട് പുസ്തകം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ! അപ്പോൾ യേശു ആർക്കുള്ളവനാണ്? സകല ജനതകൾക്ക്, സകല ഗോത്രങ്ങൾക്ക്, സകല ഭാഷക്കാർക്ക്, സകല രാജ്യങ്ങൾക്കുള്ളവനാണ് യേശു. ഇത് തന്നെ ശിമയോൻ ഉണ്ണിയേശുവിൻ നോക്കിക്കൊണ്ട് പറഞ്ഞത്, സകല ജനതകൾക്കും വേണ്ടി, സകല ജനതകൾക്കും വേണ്ടി. ഇതാണ് യേശുവിനെ മറ്റ് മത ആചാര്യന്മാരിൽ നിന്നും മറ്റു മത നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇത് യേശുവിന് മാത്രമുള്ള അനന്യതയാണ്. അവൻ സകലർക്കും വേണ്ടിയുള്ളതാണ്, സകല ജനതകൾക്കും വേണ്ടി.
രണ്ടാമത് ശിമിയോൻ പറഞ്ഞത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ. അത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാ. മാനവകുലത്തിന് ദൈവം ഒരുക്കിയ രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പലപ്പോഴും ഇതിനോടുള്ള ബന്ധത്തിൽ അനേകർ സംശയിക്കാറുണ്ട്. നമ്മൾ ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകനും കർത്താവും യേശുവാണ്. യേശു ക്രിസ്തുവിന്റെയും സഭയുടെയും ഏകത്വവും രക്ഷാകര സാർവത്രികതയും എന്ന വിഷയത്തെക്കുറിച്ച് വിശ്വാസ സത്യ തിരുസംഘം ഇറക്കിയൊരു രേഖയുണ്ട്. ഡൊമിനിയൂസ് യേസൂസ്, മലയാളത്തിൽ കർത്താവായ യേശു. ആ രേഖയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണമായി. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. കർത്താവിന്റെ വീണ്ടും വരവിന് മുൻപായി ഇനിയൊരു പൊതു വെളിപാട് നമുക്ക് കിട്ടാനില്ല. യേശു ക്രിസ്തുവിലൂടെ എല്ലാ ദൈവിക വെളിപ്പാടും അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും അനേകർ പറയാറുണ്ട്, മനുഷ്യവംശത്തോട് ഇടപെടുവാൻ കാലത്തിന്റെ ഗതിയിൽ വചനം വെളിപ്പെട്ട പല വെളിപ്പെടുത്തലുകളിൽ ഒരു വെളിപ്പെടുത്തലാണ് കർത്താവായ യേശുവെന്ന്. ഇത് തികച്ചും ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ്. ഇത് ദൈവവചനത്തിനും സഭയുടെ പ്രബോധനത്തിനെതിരാണ്. കാലത്തിന്റെ ഗതിയിൽ വചനം വെളിപ്പെട്ട പല വെളിപ്പെടുത്തലുകളുടെയും ഒരു വെളിപ്പെടുത്തലല്ല യേശു. എല്ലാ വെളിപാടുകളുടെയും പൂർണ്ണതയാണ് യേശു. ഈ വിശ്വാസ സത്യത്തിൽ ദൈവമക്കളെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. യേശു വചനം സ്വീകരിച്ച അനേക മുഖങ്ങളിൽ ഒന്നല്ല. അവനാണ് ദൈവത്തിന്റെ പൂർണ്ണത. അവൻ ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനാ. നസ്രത്തിലെ യേശു ചരിത്രത്തിലെ ഒരു വ്യക്തി മാത്രമല്ല. സഹോദര സഹോദരി, ഇത് നമ്മൾ മനസ്സിലാക്കണം. നസ്രത്തിലെ യേശു വെറും മറിയത്തിന്റെ പുത്രൻ മാത്രമല്ല, അവൻ ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനും മാനവകുലത്തിന്റെ ഏക രക്ഷകനും കർത്താവുമാണ്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കുക. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഇതാണ് ശിമിയോൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ഉണ്ണിയേശുവിനെ കുറിച്ച് ശിമിയോന്റെ വാക്കുകളാ. ഇത് ശിമിയോന്റെ സ്വന്തം വാക്കുകളല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശിമിയോന്റെ അധരത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. എന്റെ കൈകളിലുള്ള ഈ ശിശു ഇത് വെറും ഒരു ശിശുവല്ല, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ് ഈ ശിശു. ഇത് തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയാണ്, പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവായ ദൈവം യേശുവിനെ ലോകരക്ഷകനായി അയച്ചു. ഈ ലോകത്തിന്റെ ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഏറ്റുപാടിയത്, മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏക രക്ഷകനവനല്ലോ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചിടാം, നിത്യരക്ഷവരിച്ചിടാം, നിത്യരക്ഷവരിച്ചിടാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ക്രിസ്മസിനായി നമ്മൾ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇത് പറയാ. ഇതൊരു ഒരു ആവേശമായി ഈ തിരുനാള്, യേശുവിന്റെ ഈ ജനന തിരുനാള് വെറും ഒരു ആവേശമായി, ഒരു ആഘോഷമായി, ഒരു ഓളമായി ഇത് മാറിപ്പോകാതെ ഇതിന്റെ യഥാർത്ഥ ആന്തരിക ചൈതന്യവും അതിനർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും, ശിമിയോൻ ആത്മനിറവോടെ ഉണ്ണിയേശുവിനെ നോക്കിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതുപോലെ സകല ജനതകൾക്കു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്തയാണ് യേശു. ദൈവം മാനവകുലത്തിന് ഒരുക്കിയ രക്ഷയാണ് യേശു. ഈ വലിയ ഏറ്റുപറച്ചിലിൽ നമുക്കും വിശ്വസിക്കാം. അങ്ങനെ ഏറ്റവും ഒരുക്കത്തോടെ നമുക്കിത് ആഘോഷിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ
എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതായി സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ, ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. പരമപരിശുദ്ധനായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ഓസ്തിരൂപനായി നമ്മുടെ ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുവാനും സൗഖ്യമാക്കുവാനും തന്റെ സ്നേഹത്താൽ നമ്മളെല്ലാം നിറയ്ക്കുവാനുമായി ഇത് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകുത്തി അല്പം വില കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുകയാണ്. ശിവയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന ഉണ്ണിയേശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ലോകത്തോട് പറഞ്ഞു, ഇതാ സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. യേശു ഏക കർത്താവാണ്. ഈ അഭിഷേകത്തെ സ്വീകരിച്ച് ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കേ. യേശുവിന്റെ ജനനത്തിരുന്നാളിനോട് ഏറ്റുമണിത്തിരിക്കുന്ന ഈ ദിനത്തിൽ പ്രിയ ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം സ്വർഗ്ഗം നമ്മുടെ മേൽ അയക്കാൻ പോവുകയാണ്. ഈ 2011 ക്രിസ്തുമസ് ഈ ഒരു അഭിഷേകത്തിൽ നിറയട്ടെ. മാനവകുലം മുഴുവൻ യേശുവാകുന്ന രക്ഷയുടെ അസമ്പന്നതയും സൗന്ദര്യവും തിരിച്ചറിയുമാറ് സകല മർത്യരും ഈ ദൈവ സ്നേഹത്തിൽ നിറയുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തുന്നു പ്രാർത്ഥിച്ച് യേശു മാത്രം ഏക കർത്താവാണെന്നുള്ള വിശ്വാസ സത്യം സകല ഭൂഖണ്ഡങ്ങളിലും മുഴങ്ങട്ടെ. സകല ജീവിതങ്ങൾ ഈ ലോകത്തിലെ 700 കോടി ജനങ്ങളും തങ്ങൾ ആത്മാവിലേക്ക് ഈ വിശ്വാസം ഏറ്റുവാങ്ങട്ടെ. അതിനായി കരമുയർത്തി ആത്മാവിനെ വിളിക്കേ. ഹോളി സ്പിരിറ്റ്, കർത്താവേ നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തോട് വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പോരാ, അഭിഷേകം ചലിക്കട്ടെ, വിശ്വാസം ഉണരട്ടെ. ആത്മാവിനെ യേശുവിനെ വിളിക്കേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കർത്താവേ, ഈ വിശ്വാസ സത്യം കുടുംബങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ചലിക്കട്ടെ, നിറയട്ടെ, കവിയട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പരിശുദ്ധാത്മാവേ ചലിക്കണമേ, 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 ചലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താൽ ഈ ആധുനിക കാലഘട്ടത്തിൽ